ഹലോ ഫ്രണ്ട്സ്, ജസി ഷാക്കിർ അടിപൊളി കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെ കുഞ്ഞു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പാണ്. അടിപൊളിയായിട്ട് ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു കപ്പ് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. അത് നമുക്ക് മിക്സിയിലിട്ട് കൊടുക്കാം. അതിലേക്ക് ശർക്കര 6 എണ്ണം. ശർക്കര നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ മിക്സിയിൽ തന്നെ പൊടിച്ചിട്ട് കൊടുക്കുന്നത്. നമുക്ക് ഒരു കല്ലൊക്കെ ഉള്ള ശർക്കരയാണെന്ന് തോന്നിയാൽ നമ്മളത് വെള്ളമില്ലാതെ അരിച്ചെടുത്തിട്ട് ഒഴിക്കുകയാണ് നല്ലത്, അല്ലെങ്കിൽ കല്ല് പെടും. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, വെള്ളം കൂടാതെ നോക്കണം. ഏലക്കായ നമുക്കൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് തേങ്ങ ചിരവിയത് 1 കപ്പ് ഒന്നും കൂടി അരച്ചു കൊടുക്കുക. ആറ് ടേബിൾ സ്പൂൺ റവ അരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ മൈദ, അതിലേക്ക് നമ്മൾ അരച്ചു വെച്ച മാവ് ഒഴിച്ചു കൊടുക്കുക. ചെറിയ ജീരകം 1/2 ടേബിൾ സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്. നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് നല്ല പരുവൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ പാകമായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് കൂട്ടി വെക്കേണ്ടത്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഒരു 4 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മിൽമ നെയ്യ് 2 ടേബിൾ സ്പൂൺ. തേങ്ങ ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അത് നമുക്ക് ഈ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. 4 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവിലേക്ക് തേങ്ങ റോസ്റ്റ് ചെയ്തത് നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളെ മാവ് ഓരോന്നായി ഒഴിച്ചു കൊടുത്ത് നമ്മളെ ഉണ്ണിയപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം. ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം റെഡിയായി വന്നിട്ടുണ്ട്. വൈകുന്നേരം ചായക്കൊക്കെ നല്ലൊരു പലഹാരമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി ഒരു അടിപൊളി ഐറ്റമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. Okay, bye.